വെറും 9 ലക്ഷത്തിന് താഴെ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിന് ആസ്കിംഗ്. 12,60,000 രൂപക്ക് ലാസ്റ്റ്. കേരളത്തിലേക്ക് നമ്പറായ 14 മോഡല് 6 ലക്ഷം രൂപ. 2010 വണ്ടി. വെറും 6 ലക്ഷം രൂപക്ക് അല്ലേ? അത് ഫിക്സ്ഡ് ആണോ അതോ ചെറിയ പൈസ ചെയ്ത് കൊടുക്കാം? 14,75,000 രൂപക്ക് ലോ കിലോമീറ്റർ ക്രിസ്റ്റ നമുക്ക് കൊടുക്കാം. കേരളത്തിൽ എവിടെ നമ്പർ ആക്കി കൊടുക്കാം. 2011 4x4 മാനുവൽ വണ്ടിയാണ്. ഒറിജിനൽ കേരളമാണ്. ഫാൻസി നമ്പറാണ് 77. ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം വിലയുള്ള നമ്പറായ വണ്ടി. 2030 വരെ പേപ്പർ റിന്യൂവൽ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. മോഡൽ എത്രയാണ്? 2009 4x4 മാനുവൽ 3,20,000 3,20,000 2008 നമ്പറായ വണ്ടി അല്ലേ? ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു റംസാൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് PMA കാർസ് മൊറയൂരാണ് കേട്ടോ. ടയോട്ടന്റെ ഒരു വൻ കളക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത്. അതും റംസാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓഫറിനെ ചോദിച്ച് മേടിക്കാം. ഈ വണ്ടിക്ക് കണ്ടാൽ 16 മോഡൽ അല്ലാന്ന് ആരാ പറയാ? വെറും 9 ലക്ഷത്തിന് താഴെ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. അത് കേരള നമ്പറായിട്ട്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ താഴെക്കാരെങ്കിലും ഫോർച്യൂണർ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഫോർച്യൂണർ ഉണ്ട്, ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. ഇനി ചെറുവണ്ടികൾ വേണ്ടവർക്ക് അതുണ്ട്. നേരെ നമ്മൾ PMA കാർസ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അൻവർ ഖാനോട് തന്നെ ചോദിക്കാം. കമോൺ ഗൈസ്. അൻവർ ഖാൻ, മലയാള മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല അടിപൊളി പുതിയ കുറെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ബ്ലാക്ക് കളർ കണ്ടാലും 2016 മോഡലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ അതെ അതെ. അത് മാത്രമല്ല 10 ലക്ഷത്തിന് താഴെ നമുക്ക് ഫോർച്യൂണർ കൊടുക്കാം. 2 വണ്ടി 10 ലക്ഷത്തിൽ താഴെ കൊടുക്കാം അല്ലേ? പിന്നെ അത് മാത്രമല്ല, എന്താണ് നമ്മൾ ഈ റമദാൻ ഓഫർ ആയിട്ട് കൊടുക്കുന്നത്? ഇതാ ഒരു 2-2.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നമ്മൾ വെറും 8,90,000 ഈ വണ്ടി. കേരള നമ്പറായിട്ട്. നമ്പറായി 2030 വരെ പേപ്പർ കൊടുത്ത് കേരള നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത്. പുതിയ ടയറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഈ തല മുതൽ ആ തല എല്ലാ വണ്ടികളും കാണിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോയിൽ ഒരു അവസാനം വരെ കണ്ടോളി. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. നമ്മൾ ലൊക്കേഷൻ പറഞ്ഞെടുത്തോ. മലപ്പുറം മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ്. മലപ്പുറം മൊറയൂർ എന്നാണ്. അപ്പോൾ താല്പര്യമുള്ള ഒരു പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നോളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു ബ്ലാക്ക് കരിമ്പുലിനെ പരിചയപ്പെടാം. കേരള നമ്പറായ വണ്ടി 2030 വരെ പേപ്പർ റിന്യൂവൽ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. മോഡൽ എത്രയാണ്? 2009 4x4 മാനുവൽ. 4x4 മാനുവൽ. മല കയറാ, കുന്നും കയറാ, ഏത് കൂടെ വേണേലും പോവാട്ടോ. ടയറാണെങ്കിൽ 4 പുത്തൻ ടയറും ഉണ്ട്. പുതിയ ഇൻഷുറൻസ് മാത്രം, നല്ല ഗ്ലേസിംഗ് ഉള്ള പെയിന്റിംഗ് അല്ലേ? പക്ക നീറ്റ്. കണ്ട 2016 മോഡലാന്ന് പറയുള്ളൂ. ബ്രേക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് എല്ലാം പ്രൊജക്ടറാണ്. ഓക്കെ, 2-2.5 ലക്ഷത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇത് എടുക്കുന്നവർക്ക് ലെക്കായിരിക്കും ഞാൻ പറയാം. കാരണം കേരള നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. 1,60,000 ജെനുവിൻ കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഗ്യാരണ്ടി പറയാം. 160 റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ കേട്ടോ. പുതിയ മോഡലിൽ ഒരു ഫീൽ കിട്ടുന്ന ഇന്റീരിയർ. എത്ര നമ്മൾ ആസ്കിംഗ് വണ്ടിക്ക്? വെറും 8,90,000 ആസ്കിംഗ് അല്ല, മാക്സിമം റൈറ്റ് ആണ്. ചെറിയ പൈസ എന്തെങ്കിലും നൈസ് ആയിട്ട് ലൈറ്റ് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കണം. പ്രൊജക്ടഡ് ഹെഡ്ലാമ്പ് ലോൺ കിട്ടും. ശ്രീറാം ഫിനാൻസ് 4 ലക്ഷം ലോൺ നമ്മൾ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നോക്കാം, നമുക്ക് മാക്സിമം നോക്കാം. അത്രേ ഉള്ളൂ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഫോർച്യൂണർ പരിചയപ്പെടാം. ഇതും നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. നല്ല ഓഫറാണ്. 2011 4x4 മാനുവൽ വണ്ടിയാണ്. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരളമാണ്. ഫാൻസി നമ്പറാണ് 77. ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം വിലയുള്ള നമ്പറാണ്. ഓക്കെ, 7 രജിസ്ട്രേഷൻ ആണ് വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ് 3rd ആണ്. വണ്ടി ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതെ, അപ്പൊ അതിന്റെ ഒരു ഓഫർ പ്രൈസിൽ കൊടുത്തൂടെ? 10 ലക്ഷത്തിൽ കുറച്ച് 2011 ഒറിജിനൽ കേരള വണ്ടി കിട്ടൂല. 2011 മോഡൽ ഫാൻസി നമ്പർ 77 നമ്പറുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ കൊടുക്കണ 6,90,000 2011 മോഡൽ. വെറും 6,90,000 ഒറിജിനൽ കേരള വണ്ടി. വെറും 6,90,000 രൂപക്ക്. ഇതാണ് മക്കള് യഥാർത്ഥ ഓഫർ അല്ലേ? ഓഫറിലാണ് കൊടുക്കുന്നത്. വണ്ടി മെക്കാനിക് ഒക്കെ ഫിറ്റ് അല്ലേ? മെക്കാനിക് ഫിറ്റ് ആണ്. ഷോറൂം ഹിസ്റ്ററിയിൽ ആക്സിഡന്റ്, ബാക്കി വേറെ മേജർ റീപ്ലേസ്മെന്റ് വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിയിൽ ആക്സിഡന്റ് ആയതിലുള്ള കാണിക്കുന്നുണ്ട്. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം അങ്ങനെ മേജർ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതൊരു നല്ലൊരു അവസരമാണ്. കേരള വണ്ടിന്റെ പ്രൈസ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ അടുത്തായിട്ട് ഇന്നോവ പരിചയപ്പെടാം. 2014 മോഡൽ സിൽക്കി ഗോൾഡ് കളറാണ്. ഓക്കെ, നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പറായി. ഇവിടെ നമ്മൾ 8 ലക്ഷം 8-10 ഒക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇത് വെറും 7,40,000 2000 മോഡല്. 14 മോഡല് വെറും 7,40,000 രൂപക്ക്. ഇത് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഇത് ലോൺ കിട്ടുമോ? ലോൺ ഒരു 6.5 വരെയൊക്കെ കിട്ടും. 6.5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം അല്ലേ? 2018 മോഡൽ 18 മാനുവൽ. ഓക്കെ. MH രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി അവൈലബിൾ ആണ്. 80,000 മേലെ കിലോമീറ്റർ ഇല്ല ഹിസ്റ്ററിയിൽ. ഓക്കെ. അപ്പോ കറക്റ്റ് 80,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഷോറൂമിൽ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല അല്ലേ? അപ്പൊ 80,000 ഓടി ക്രിസ്റ്റ കിട്ടുക എന്ന് പറഞ്ഞാല് കുറച്ച് റയർ ആയിട്ട് കിട്ടുള്ളൂ. G4 മാനുവൽ ആണ്, മൈലേജും കിട്ടും കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 7 സീറ്റർ ആണ് വരുന്നത്. വണ്ടിക്ക് ഇഷ്യൂസ് കാര്യങ്ങൾ ഒരു കംപ്ലൈന്റും ഒന്നുമില്ല അല്ലേ? എത്ര ചോദിക്കണേ? റീപ്ലേസ്മെന്റും ഇല്ല. ഇത് നമ്മള് ഇവിടെ 15 ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പം നമ്മളെ ഓഫർ ആയിട്ട് ഒരു 14 ലക്ഷത്തി റംസാൻ ഓഫർ ആയിട്ട് 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. 14,75,000 കൊടുക്കാം. 14,75,000 രൂപക്ക് ലോ കിലോമീറ്റർ ക്രിസ്റ്റ നമുക്ക് കൊടുക്കാം. കേരളത്തിൽ എവിടെ നമ്പർ ആക്കി കൊടുക്കാം. അതും വൈറ്റ് കളർ കേട്ടോ. അതാണ് അട്രാക്റ്റീവ്. എടുത്തിട്ടില്ല, എവിടേക്ക് വേണമെങ്കിലും NOC എടുത്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ലോ ബഡ്ജറ്റ് ഇന്നോവ ചെറിയ പ്രൈസിൽ 2008 മോഡൽ. ഓക്കെ. നമ്പറായ പുതിയ പേപ്പർ എടുത്ത വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമ്മള് ഇവിടെ 3.5-3.25 ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇത് 3,20,000 കൊടുക്കും. 3.20 2008 നമ്പർ ആയ വണ്ടി അല്ലേ? നമ്പർ ആയ വണ്ടി, പേപ്പറൊക്കെ എടുത്ത വണ്ടി. മെക്കാനിക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല മെക്കാനിക്. 2008 അപേക്ഷിച്ച് ഉഷാറാണ്. ഓക്കെ. 2008 അപേക്ഷിച്ച് ക്വാളിറ്റി ഉള്ള വണ്ടി. ബോഡി ആയിക്കോളും. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടൈപ്പ് 4ലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട് അല്ലേ? 7 സീറ്റർ ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഫോർച്യൂണറിനെ പരിചയപ്പെടാം. ഗ്രേ കളർ 2014 മോഡലാണ്. 14 മോഡൽ. ഓട്ടോമാറ്റിക് 2 വീല്, ഗുജറാത്ത് നമ്പർ. ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് 170 തേർഡ് ഓണർ. വണ്ടി കണ്ടീഷൻ എങ്ങനെ? മൊത്തത്തിൽ നല്ല കണ്ടീഷനാണ്. പക്കാ കണ്ടീഷൻ ആണ് അല്ലേ? ഓക്കെ. ഇത് കേരളത്തിൽ എവിടെ നമുക്ക് NOC എടുത്തു കൊടുക്കാം. വിത്ത് NOCയിൽ 10 ലക്ഷം. നമ്പർ ആക്കുമ്പോൾ ഏകദേശം ഒരു 12.25 12.20 ആ ലെവലിൽ 13.5 ലക്ഷം ചോദിച്ചിരുന്ന വണ്ടിയാണ്. 12.15 രൂപയ്ക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 12.15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ പക്ക കണ്ടീഷൻ വണ്ടി കേട്ടോ. ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വൈറ്റ് കളർ ഫോർച്യൂണർ. ഇത് എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ തന്നെയാണ്. ഓക്കെ. ഇത് ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ഓൾറെഡി ആയ വണ്ടിയാണ്. ഇത് നമ്മളിവിടെ 13.5 ഒക്കെ ചോദിച്ച വണ്ടിയാണ്. ഇതിപ്പോ നമ്മള് 12.60 കൊടുക്കില്ല. 12,60,000 രൂപക്ക് ലാസ്റ്റ് നമ്പർ ആയ വണ്ടി. കേരളത്തിലേക്ക് നമ്പർ ആയ 14 മോഡല്. 14 ലക്ഷം IDV ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. വണ്ടി കംപ്ലൈൻസ് കാര്യങ്ങള് ഒരു കംപ്ലൈന്റ് റീപ്ലേസ് ചെറിയ റീപ്ലേസുകളൊക്കെ ഉണ്ടാവും. മേജർ ഒന്നുമില്ല. നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആട്ടോ. എവിടുന്നും കിട്ടൂല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് അല്ലേ? നമ്പർ ആയിട്ടുണ്ട് ഓൾറെഡി ഇൻഷുറൻസ്. അപ്പൊ ലോൺ കിട്ടൂലേ? മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വണ്ടി. 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് മുന്തിരി കളർ ക്രിസ്റ്റ. അത് ഓട്ടോമാറ്റിക് 1,05,000 കിലോമീറ്റർ ഓടി. 2017 സെഡ് ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട്. അതുപോലെ തന്നെ കീലെസ് എൻട്രി, സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, ക്ലൈമറ്റ് AC, ടച്ച് സ്ക്രീന്, എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയുള്ള വണ്ടി അല്ലേ? ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ ആണ് വണ്ടി. ഒന്നും മാറ്റിയിട്ടില്ല. റീപ്ലേസ് ഇല്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 1,08,000 കിലോമീറ്റർ. 1.8 ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. വണ്ടിക്ക് കംപ്ലൈന്റ്സ് കാര്യങ്ങള് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. എത്ര ആസ്ക് ചെയ്യണത്? ഇത് നമ്മള് കേരള നമ്പർ ആക്കിയിട്ട് ഇവിടെ 17 ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മളൊരു 16,90,000 കൊടുക്കും. 16,90,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ നമ്പർ ആയതിനു ശേഷം വേണമെങ്കിൽ ലോണും ചെയ്യാം. സംവിധാനം നമുക്ക് ചെയ്യാം. ഇനി ലോ ബഡ്ജറ്റിൽ വേണമെങ്കിൽ ഒരു അൾട്ടീസ് നമുക്ക് കൊടുക്കാം അല്ലേ? അത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൈലേജിന്റെ രാജാവ്. അല്ല, ഇത് പിന്നെ ഓട്ടോമാറ്റിക് 2008 പുതിയ പേപ്പർ എടുത്ത ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് വേണമെങ്കിൽ കയറ്റാം. ഒരു 10,40,000 കൊടുത്ത CNG നല്ല മൈലേജ് ഉണ്ടാവും. പവറിന് എന്തെങ്കിലും വേരിയേഷൻ വരും? ഇല്ല, ഒരു വേരിയേഷനും ഉണ്ടാവില്ല. അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. സെക്കൻഡ് ഓണർ. കേരള നമ്പർ ആയ വണ്ടി. അപ്പൊ അവിടെ സിംഗിൾ ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, സീറ്റ് ഇലക്ട്രിക്കൽ വരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. എത്ര ചോദിക്കണേ? ഇതുപോലെ നമ്മൾ 3 ലക്ഷം ചോദിച്ചതിന് വേണ്ടി അപ്പൊ നല്ലൊരു ഓഫറിൽ 2.35 കൊടുക്കാം. 2,35,000 ഓട്ടോമാറ്റിക്. ലോൺ കിട്ടുമോ? ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് അല്ലേ? എന്നാലും നല്ലൊരു പ്രൈസ് ആണ്. 2.30 ഒരു ആൾട്ടോന്റെ വിലക്ക് നല്ല ലക്ഷറി യാത്ര അല്ലേ? ഓക്കെ. ഓഡി അല്ലേ? ഓഡി Q3 2013 കേരള നമ്പർ ആയ വണ്ടിയാണ്. ഇതിനൊക്കെ എത്ര ആസ്ക് നമ്മളിവിടെ 10-11 ചോദിച്ചിരുന്ന വണ്ടിയാണ്. 9,50,000 കൊടുക്കാം. 9.80 മാക്സിമം ലോൺ ഒരു 8 ലക്ഷം 9 ലക്ഷം വരെയൊക്കെ ലോൺ മാക്സിമം ലോൺ കിട്ടും. കാരണം പൊട്ടിച്ച വിലയാണ് അല്ലേ? മാക്സിമം കേരള നമ്പർ ആയ വണ്ടിയാണ്. ഏകദേശം 2-2.5 ലക്ഷം ടാക്സ് അടിച്ച് 3 ലക്ഷത്തോളം ടാക്സ് അടിച്ച് നമ്പർ ആക്കിയ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്.
നല്ല റേറ്റും ആണ്. മാക്സിമം ലോണിൽ ആരെങ്കിലും ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി ചെക്ക് ചെയ്തോ, ആർസിന്റെ കോപ്പി അയച്ചു കൊടുക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഓടി ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. തീർച്ചയായിട്ടും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കംപ്ലൈന്റ്സ് റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ? ഓക്കെ. വൈറ്റ് ഇ ക്ലാസ് അല്ലേ? 2010 മോഡൽ. ഈ വണ്ടി കേരളത്തിൽ ആർക്കും ഈ വിലക്ക് കൊടുക്കാൻ പറ്റില്ല. അത്രയും ഓഫർ കൊടുക്കാൻ പറ്റും. എത്ര കൊടുക്കാം? നമുക്ക് ഇവിടെ ലാസ്റ്റ് ഒരു 6 ലക്ഷം റുപ്യ കൊടുക്കാം. 6 ലക്ഷം റുപ്യ? 2010 വണ്ടി. വെറും 6 ലക്ഷം രൂപക്ക് അല്ലേ? അത് ഫിക്സ്ഡ് ആണോ അതോ ചെറിയ പൈസ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം? ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. വെറും 6 ലക്ഷം രൂപക്കാണ് ഈ ക്ലാസ് കൊടുക്കുന്നത്. അത് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ. 10 മോഡൽ അല്ലേ? പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെ? 10-11 രജിസ്ട്രേഷൻ, പേപ്പറൊക്കെ ഉണ്ട്, ടൈം ഉണ്ട് അല്ലേ? ഓക്കെ. ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. ശ്രീറാം ഫിനാൻസ് ഒക്കെ കിട്ടും. ശ്രീരാമൊക്കെ വേണമെങ്കിൽ നോക്കാം. ഓക്കെ. ഒരു ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ. ഇത് എത്ര മോഡൽ? ഇത് 2015 ഇ ക്ലാസ്, കർണാടക നമ്പറാണ്. കർണാടകയിൽ നമുക്ക് ആരെ പേരിലും വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എത്ര ചോദിക്കണത്? ഇത് നമ്മൾ 10 ലക്ഷം റുപ്യ കൊടുക്കാം. 10 ലക്ഷം രൂപക്ക് 2015 മോഡൽ. 15 മോഡൽ ഇ ക്ലാസ് ബ്ലാക്ക് കളർ, വെറും 10 ലക്ഷം. കർണാടകയിൽ നമ്മൾ റൂം അഡ്രസ് എടുത്തിട്ട് അവരുടെ പേരിൽ കർണാടകയിൽ മാറ്റി കൊടുക്കും. ഇത് മെക്കാനിക്കൽ ഇഷ്യൂ കാര്യങ്ങള് ഇല്ല. 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് അല്ലേ? ആ ഒരു നെഗറ്റീവ് പറ. പക്ഷെ അതൊന്നും 17 ലക്ഷം ഒക്കെ മാർക്കറ്റുള്ള വണ്ടിയാണ്. പക്ഷെ അതൊന്നും നമ്മൾക്ക് ഇന്റീരിയർ ഭാഗത്ത് കാണാൻ സാധിക്കില്ല. നല്ല കണ്ടീഷൻ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അൾട്ടീസ് പരിചയപ്പെടാം. ഇത് കേരള നമ്പർ ആയതാണ്, ഫാൻസി നമ്പർ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. 85 ഫാൻസി നമ്പർ. സെക്കൻഡ് ഓണർ വണ്ടി. ഡീസൽ ആണോ? ഡീസൽ മാനുവൽ. അപ്പൊ മൈലേജ് കിട്ടും, നല്ല പെർഫോമൻസ്. പിന്നെ മെക്കാനിക് എങ്ങനെയുണ്ട് വണ്ടിന്റെ? ടയോട്ടന്റെ പേടിക്കാൻ ആവശ്യമില്ല. പിന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വേരിയന്റ് അല്ലേ? ഓക്കെ. ഇന്റീരിയർ നോക്കട്ടെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. സീറ്റാറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ജി ഓപ്ഷൻ അല്ലേ? എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് അല്ലേ? അപ്പൊ ഈ ഒരു അൾട്ടീസിന് എത്ര എക്സ്പെക്ട് ചെയ്യണേ? ഇത് നമ്മളിവിടെ 6.5 ഒക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ 5,90,000 ലാസ്റ്റ് കൊടുക്കും. റംസാൻ ഓഫർ ആയിട്ട് വെറും 5,90,000 രൂപക്ക് നമ്പർ ആയത് ലോണും കിട്ടുന്ന വണ്ടി. ഫുള്ള് ലോൺ കയറ്റി കൊടുക്കാം. മാക്സിമം ഫുള്ള് ലോൺ കയറും. ഇതൊക്കെ ചെറിയ പ്രൈസിന് കൊടുക്കാൻ പറ്റും. 2012 CNG ഉള്ള i10. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 2.5 ലക്ഷം റുപ്യ കൊടുക്കാം. 2.5 ലക്ഷം ഓട്ടോമാറ്റിക് CNG ആണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഈ ഡസ്റ്റർ ഒക്കെ നമുക്ക് എത്ര? ടെറാനോ 2013 110. സെക്കൻഡ് ഓണർ വണ്ടി. കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം? 3,60,000. 3,60,000 നമ്പർ ആയതാണോ? കേരള ഒറിജിനൽ കേരള വണ്ടി അല്ലേ? 3,60,000 രൂപയ്ക്ക്. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഫിനാൻസ് എത്ര കിട്ടും? ഫിനാൻസ് ഒരു 3 ലക്ഷം ഫിനാൻസ് കിട്ടും. ഒരു 10-60 ഉറുപ്പിക ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ടെറാനോ മാക്സിമം ഫിനാൻസ്. ഫുള്ള് ലോൺ, നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്തായിട്ട് നല്ല മൈലേജും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള 7 സീറ്റർ നോക്കുന്നവർക്ക് നമുക്കൊരു TUV കൊടുക്കാം. T6 2016 മോഡൽ സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ 1,30,000. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല 7 സീറ്റർ ആണ് അല്ലേ? സുഖമായിട്ട് യാത്ര ചെയ്യാം. 7 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. മൈലേജും ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയിലാണ്. 7 സീറ്റർ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 20 കിലോമീറ്റർ നമുക്ക് ഷുവർ ആയിട്ട് പറയാം. എത്ര കൊടുക്കാം? ഇത് നമ്മളിവിടെ 4.5-4.45 പറയുന്ന വണ്ടി 4,30,000 കൊടുക്കാം ലാസ്റ്റ്. 4,30,000? അതെ. ലോൺ കിട്ടുമോ? ലോൺ ഒരു 4 ലക്ഷം 4-4.5 ഫുള്ളായിട്ട് നല്ല ട്രാക്ക് ഉണ്ട്. ഇത് 1 രൂപ പോലും മുടക്കാതെ സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനം അല്ലേ? 2 വാഗണർ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓഫറിന് കൊടുക്കാൻ പറ്റുമോ? അതായത് 2017 മോഡൽ സിംഗിൾ ഓണർ, ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ 60,000. ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ്. എന്തെങ്കിലും റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ഇവിടെ 3.5 ഒക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. 3.5 ലക്ഷം രൂപ 3.5 ചോദിച്ചിരുന്ന വണ്ടി. ഇത് നമുക്ക് 3 ലക്ഷത്തിന് കൊടുക്കാം. വെറും 3 ലക്ഷം രൂപക്ക് സിംഗിൾ ഓണർ 17 വണ്ടി 3 ലക്ഷം രൂപയ്ക്ക് എവിടുന്നേലും കിട്ടുമെന്ന് നോക്കിക്കോളി. VXI വാഗണർ 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനം. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം കേട്ടോ. അടുത്തായിട്ട് ഒരു ഇടിവട്ടി A4 കിടക്കണു അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2013 മോഡൽ. ഓണർഷിപ്പോ? തേർഡ് ഓണർ. കണ്ടീഷൻ വണ്ടിയാണ്. മെക്കാനിക് ഫുൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ചെക്ക് ചെയ്യാം, ഓപ്ഷനൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കണ്ട. ചെക്ക് ചെയ്യാം. A4 റൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സൺ റൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. A4 ഈ ഒരു വിലക്ക് കേരളത്തിൽ നിന്ന് കിട്ടുമോ? ഇല്ല. 2013 മോഡല് നമ്പർ വിത്ത് NOC നമ്മൾ 6,10,000. 6,10,000? 6,10,000 ഡൽഹി വിലക്ക്. നമ്പർ വണ്ടി.
ഡിക്കി കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളി. സൺറൂഫ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുക്കാല്ലേ റംസാൻ ഓഫർ ആയിട്ട്. നമ്പർ ആയിട്ട് ഏകദേശം 8-8.5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വരെ ലോൺ കയറുന്ന വണ്ടി. ഓഡി എഫർ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ്. ഇതാ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇന്നോവകൾക്കായിട്ട് മാത്രം ഒരു ഏരിയയാണ്. ഇന്നോവക്ക് 2011 മോഡലാണ്. 4,25,000 4,20,000 നമ്പർ ആയിട്ട്. ഇതോ നമ്പർ ആയിട്ടുണ്ട് ഓൾറെഡി. ഇത് 13V ആണ്. ഇത് നമ്മള് ഇവിടെ 8 ലക്ഷം ചോദിച്ചതിന് വേണ്ടി 7,40,000 കേരള നമ്പർ ആക്കി കൊടുക്കും. കേരള നമ്പർ ആയിട്ട് 7,40,000 രൂപക്ക് മാക്സിമം ലോൺ. 12 G4 ആണ്. 6 ലക്ഷം രൂപ ചെറിയ പൈസ എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. 2012 G4 നമ്പർ ആയിട്ട് 6 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്തൂലേ. ഇത് 15 G4 ആണ്. ഇവിടെ 8,45,000 ചോദിച്ചിരുന്ന വണ്ടിയാണ്. എത്രക്ക് നമുക്ക് ഇവിടെ നമ്മള് 7,60,000 കൊടുക്കും. 7,60,000 15. അപ്പൊ ഈ കർണാടക വണ്ടിയോ? ഇത് കർണാടകയിലെ ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. 2015 മോഡൽ ഇന്നോവയാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് കർണാടക നമ്പറിൽ 7,500 രൂപ കൊടുക്കാം. 7.5 ലക്ഷം രൂപ കർണാടക നമ്പറിൽ അല്ലേ. ഓക്കെ. അപ്പൊ 2013V ആണ്. സെക്കൻഡ് ഓണർ ഇവിടെ നമ്പർ ആയി. CJ ആണ് ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമ്പർ ആയി ഇപ്പം നമുക്ക് ഇവിടെ 7,70,000 കൊടുക്കാം. 7,60,000 കൊടുക്കാം. ലാസ്റ്റ് 7,60,000 കൊടുക്കാം. അപ്പോൾ ഗൈസ് റംസാൻ ഓഫർ ആയിട്ട് നല്ല ഇടിവെട്ട് ഓഫറാണ് നമ്മൾ അൻവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ, പെരുന്നാളൊക്കെ കുട്ടികളെ മക്കളെ കൂട്ടി 2 ടൂറൊക്കെ അടിക്കാൻ താല്പര്യമുള്ള ഇങ്ങോട്ട് പോകുന്നോളി. നല്ലൊരു ഓഫർ പ്രൈസിൽ ചെക്ക് ചെയ്യാനുള്ളതൊക്കെ അവരുടെ ഉത്തരവാദിത്തത്തിൽ ചെക്ക് ചെയ്യാം. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും റമദാൻ മാസമായിട്ട് നോമ്പൊന്നും നോറ്റേണ്ട കള പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും. ചെക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. പുറത്തുനിന്ന് വരുന്ന വണ്ടിയാണ്. ഉള്ളിലത്തെ കാര്യങ്ങൾ എന്താ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ നിങ്ങളെ രീതിയിൽ ചെക്ക് ചെയ്യുക. വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുപോയിട്ടോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 50 കിലോമീറ്റർ ഓടിച്ചു നോക്കിയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ വണ്ടി വിട്ട് തരും. അതിനൊന്നും പ്രശ്നമില്ല. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കോളൂ. എന്തായാലും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തോളട്ടോ. അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.